സ്വാഗതം. ടൊറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്നും അതുപോലെ 51 അക്ഷരങ്ങളിൽ ഇന്ന് ജ്ഞാനദേവിയാണ്. ഇന്നലെ അറിവിൻ്റെ ദേവി, ഇന്ന് ജ്ഞാനദേവിയാണ്. ജ്ഞാനദേവി പറയുന്നത് ജ്ഞാനത്തിൻ്റെ വിഭവശേഷി സ്വീകരണ മനോഭാവത്തിലൂടെയാണ് ലഭ്യമാകുക. ജ്ഞാനത്തിനെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ആദ്യം നമ്മൾക്കുണ്ടാവണം. അങ്ങനെ ജ്ഞാനം സ്വീകരിക്കണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങും. അറിവ് നേടാനായിട്ട് സത്സംഗങ്ങളിൽ നമ്മൾ പോയി കേൾക്കും. ആ സത്സംഗങ്ങളിൽ ഋഷീശ്വരന്മാർ തപസ് ചെയ്ത് നേടിയ ആ തത്വങ്ങളെക്കുറിച്ചും വലിയ വലിയ ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെ പല അറിവും നമ്മൾക്ക് സത്സംഗങ്ങളിലൂടെ നേടാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നേടണം എന്നുള്ള ഒരു മനോഭാവം നമ്മളിൽ, ആ ജ്ഞാനം സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴാണ് നമുക്ക് ജ്ഞാനത്തിൻ്റെ വിഭവശേഷി നമുക്ക് ലഭ്യമാകുക എന്നാണ് പറയണത്. അപ്പോൾ ജ്ഞാനം ലഭിക്കാനായിട്ട് നമുക്ക് വേണ്ടത് സ്വീകരണ മനോഭാവമാണ് ആദ്യം പറയണത്. ആര് പറഞ്ഞാലും അത് അറിവാണെങ്കിൽ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുക. സത്സംഗങ്ങളിലൂടെയും പുരാണ പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ ഏത് തരം പുസ്തകങ്ങളായാലും വായനകളിലൂടെയും പിന്നെ ഈ പ്രകൃതിയിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് ജ്ഞാനം ലഭിക്കുന്നുണ്ട്. അതാണ് ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നത്. ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയെ പോലെ ക്ഷമയുള്ളവരാവണം. ആകാശത്തിനെ പോലെ വിശാലമായ മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെയൊക്കെ 24 ഗുരുക്കന്മാർ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാനും പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ജ്ഞാനം നേടാനുണ്ട്. അപ്പോൾ അതൊക്കെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ദേവി ഇവിടെ പറയുന്നത്. അപ്പോൾ ദേവിയുടെ ഈ ഉപദേശം നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.